ഞാനൊരു കാര്യം പറയട്ടെ സാറേ. കാജമോള് നിങ്ങളെപ്പോലെ ഒരു ഇന്നസെൻ്റ് ആണ് സാറേ. അവൾക്കിപ്പോഴും കുട്ടികളുടെ മനസ്സാ. തങ്കം പോലത്തെ കൊച്ചാ സാറേ. പക്ഷെ അവനായിരിക്കും എന്തെങ്കിലും ചെയ്തത്. ഇനിയിപ്പോ ചിലപ്പോ ഒരു പക്ഷേ. അനിയ, എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. എന്താ നീ കല്യാണത്തിന് സമ്മതമല്ല? ഈ ലോകത്ത് എന്ത് നിയമമുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അവളെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കും, അത് ഉറപ്പാണ്. എന്റെ വീട് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ എന്താ തെറ്റ്? ഇവൻ എന്റെ അനിയനാ. ഇവനോട് ഞാൻ സംസാരിച്ചോളാം, വേറെ ആരും സംസാരിക്കണ്ട. അനിയ, കുറച്ചു നേരത്തേക്ക് നീ ഇവൻ എന്റെ മകനല്ലെന്ന് കരുത്. ഒരു പക്ഷെ എന്റെ മകൾക്ക് വേണ്ടി ഞാനൊരു വരനെ അന്വേഷിച്ചാൽ ഞാൻ ഇവനെ പോലെ ഒരു തന്നെ കണ്ടുപിടിക്കൂ. പെണ്ണും ചെക്കനും ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരല്ലേ. ആവശ്യത്തിന് സ്വത്തും സമ്പാദ്യം ഉണ്ടല്ലോ. പിന്നെ പേര്, പെരുമ, പാരമ്പര്യം എല്ലാം ഉണ്ട്. രണ്ടുപേരും മറ്റാരേക്കാളും താഴ്ന്നവരല്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? എനിക്കൊരിക്കലും അവനെ അവളുടെ ഭർത്താവായി കാണാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാ. വാടിയോട്ടെ. നിന്റെ മകളായിരിക്കാം, പക്ഷെ ഇവളിപ്പ എന്റെ മരുമകളാ. എന്റെ മരുമകളെങ്ങനെ പിടിച്ചുകൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കുന്നു നീ കരുതണ്ട. ഉറപ്പായി നമുക്ക് കോടതിയിൽ മീറ്റ് ചെയ്യേണ്ടി വരും ചേട്ടാ. കിഡ്നാപ്പിംഗും ഹറാസ്മെന്റും ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന കേസ്. എന്ത് വില കൊടുത്തും ഇവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. എന്ത് വില കൊടുക്കാനും ഞാനും തയ്യാറാ. എന്റെ വീട്, സ്വത്ത്, സമ്പാദ്യം, അങ്ങനെ എന്ത് വില കൊടുത്തും ഞാൻ എന്റെ മകന്റെ ഈ കല്യാണം നടത്തിയിരിക്കും. എന്റെ മരുമകളുടെ അഭിമാനം എനിക്ക് സംരക്ഷിക്കണം. എന്റെ കുടുംബത്തിന്റെ ആചാരങ്ങൾ എനിക്ക് സംരക്ഷിക്കണം. ആ മൂക്കുത്തി എപ്പോഴും എന്റെ വീട്ടിലുണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരാള് പോലും അവളുടെ നേരെ വിരൽ ചൂണ്ട ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, ഞാൻ അവസാനമായി നിങ്ങളെ വോൺ ചെയ്യുകയാണ്. ഒരു യുദ്ധക്കളമായി ഈ വീടിനെ മാറ്റരുത്. എങ്കിൽ പിന്നെ അവസാനമായിട്ട് ഞാനും പറയുക, താലൂക്ക്ദാറായ നിനക്ക് ഈ വീടൊരു യുദ്ധക്കളമാക്കാമെങ്കിൽ താലൂക്ക്ദാറായ ഞാനും പറയുന്നു, ഈ ഞാനും താലൂക്ക്ദാർ കുടുംബാംഗമാണ്. താലൂക്ക്ദാർ പിൻഗാമിയാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. പോ, വീട്ടിലേക്ക് പോ. വാടി. ഡി ബി സാറേ, എനിക്ക് ഇന്ന് തന്നെ എന്റെ മോളെ തിരിച്ചു കിട്ടണം. അതെ, ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എത്ര കേസ് വേണേലും എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണം. അല്ല, എന്താ പറ്റിയേ? ആദ്യം നിങ്ങളൊന്ന് സമാധാനിക്ക്. എനിക്ക് എങ്ങനെ ശാന്തരാകാൻ പറ്റും? ഒരാൾക്ക് കിട്ടുന്ന വൻ തുക കൈവിട്ട് പോകുമ്പോ എല്ലാരും തല്ലാനും കൊല്ലാനും നിൽക്കത്തേ ഉള്ളൂ. എന്റെ മോളെ എന്റെ കൈവിട്ട് പോയത്, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കുടുംബത്തിന്റെ നിധിയാണ് അവൾ. കാജലെ കാണാതായോ? അവൾ കാണാതെയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. അവളിപ്പോ ഞങ്ങളുടെ ശത്രുവിനോടൊപ്പമാ, അവരുടെ സൈഡിലോട്ട് പോയേക്കുവാ. മറ്റേ ആ സാറുണ്ടായിരുന്നല്ലോ, അയാളും അയാളുടെ മോനും അവരാ പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയി സാറേ. അവരാരും ഇങ്ങോട്ട് അവളെ വിട്ടയക്കുന്നില്ല. ഞങ്ങളുടെ നിധിയാണ് സാറേ അവരങ്ങോട്ട് എടുത്തോണ്ട് പോയത്. എനിക്കൊരൊറ്റ ദിവസത്തെ സമയം താ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാം. അപ്പൊ എല്ലാം സോൾവ് ആവും. സെറ്റിൽമെന്റ് കിട്ടിയില്ല എങ്കിലുണ്ടല്ലോ, ഞാൻ വലിയ കേസ് ഇടും പറഞ്ഞേക്കാം. വലിയ കേസ്, നല്ല പവർഫുൾ കേസ്. നിങ്ങൾ ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ലീഗൽ മാറ്റേഴ്സിനകത്ത് നിങ്ങളെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. ഒരു ഫേമസ് ഫാമിലിയുടെ പ്രസ്റ്റീജ് കാത്തുരക്ഷിക്കാൻ എനിക്കും ഒരു അവസരം തരൂന്നേ. ഇത് നിങ്ങൾ മറക്കരുത്, കേട്ടല്ലോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇതിപ്പോ ആകെ പുലിവാല് പിടിച്ചു. ഇനിയിപ്പോ അങ്കിൾ എന്ത് ചെയ്യുമെന്തോ. എടോ, നിന്റെ ആ മൂക്കുത്തി എവിടെ പോയി? ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന മൂക്കുത്തി എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാനത് ഊരി വെച്ചു. റോഷൻ മഹാരാജന്റെ മൂക്കുത്തിയുടെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് നീ മാത്രം മതി. നീയാണ് എന്റെ എല്ലാം. സ്വന്തം ഭർത്താവല്ലാതെ ഒരു പെണ്ണിന് വേറെ ഒരു ആഭരണവും വേണ്ട.
എന്നോട് ക്ഷമിക്കണം അച്ഛാ. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും ശരിക്കുള്ള ശത്രുക്കളാവാൻ ഞാൻ കാരണമായി. ദേവീതാച്ചൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞങ്ങളോട് രണ്ടുപേരോട് ക്ഷമിക്കണം അച്ഛാ. എന്നോട് ക്ഷമിക്കച്ച. എന്നെ പറഞ്ഞേക്കല്ലേ അച്ഛാ. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് പോവാൻ പറ്റില്ല. എന്നെ പോവാൻ അനുവദിക്കരുത്. എന്റെ അച്ഛനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ആരില്ലാത്തവരല്ല. വെള്ളത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്ന ചെടികളുമല്ല. നിങ്ങൾ രണ്ടുപേര് താലൂക്ക്ദാർ കുടുംബത്തിലെ അംഗങ്ങളാ. വെറും കുട്ടികളല്ല. ഈ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമാണ്. ഈ കുടുംബത്തിലെ അഭിമാനങ്ങൾ. ഇനി അളിയൻ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മൊത്തത്തിൽ ഈ വീടിനകത്ത് ഒരു കൊടുങ്കാറ്റ് വന്നതുപോലെയുണ്ട്. ഇനി എന്താ സംഭവിക്കാന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നത് ഒരു അച്ഛന്റെ കടമ. എന്റെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ എന്തിനും തയ്യാറാ. എന്ത് ചെയ്യാനും. ഒരു പോറൽ മാത്രമല്ല, ഇവരുടെ ദേഹത്തൊരു പൊടി പോലും തട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കാൽക്കുലേഷൻ, കണക്കുകൂട്ടൽ. അവസാന നിമിഷത്തിൽ അത് കൈവിട്ടു പോയല്ലേ? അതായത് പ്രായം ചെന്നവർ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. ഇപ്പൊ പ്രശ്നം ചെറുപ്പക്കാരാണ്. അവരാണ് ടാർഗറ്റ്. അവരുടെ കഥയും അവസാനിച്ച പിന്നെ കളിയും കഥയും തീർന്നു. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ആരൊക്കെയാ? നീയും ഞാനും മാത്രം. നമ്മൾ മാത്രം. എന്റെ പൊന്നു ചേട്ടാ, എന്നാ പിന്നെ നമുക്ക് അടുത്ത കളി തുടങ്ങിയാലോ? തുടങ്ങാം. വാ.